ASM പരീക്ഷയുമായി ബന്ധപ്പെടുത്തി നടത്തുന്ന ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ സീരീസിലേക്ക് സ്വാഗതം. ഇതിൽ ആദ്യത്തെ ചോദ്യം നോക്കിയേ, എല്ലാവരും എന്നോടൊപ്പം ഒന്ന് ചോദ്യം ചെയ്ത് നോക്കുക. ആദ്യത്തെ ചോദ്യം നോക്കിയേ, എ ബ്രൂഡ് ഓഫ് ബേർഡ്സ് ഡാഷ് സീൻ ഓൾവേസ് നിയർ ഇൻ ദ റിവർ. കണ്ടല്ലോ, തന്നിരിക്കുന്ന ചോദ്യം ഹാവ് ഉണ്ട്, ഈസ് ഉണ്ട്, ആർ ഉണ്ട്, വേർ ഉണ്ട്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത് ഈസാണ്. എന്ത് വരുന്നു? ഈസ്. കാരണം എന്താണ് മക്കളെ? ഈ ബ്രൂഡ് എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് നൗണാണ്, തുടർന്ന് വരുന്നത് നൗണാണ്. ഈ കളക്റ്റീവ് നൗണുകൾ കഴിഞ്ഞിട്ട് തുടർന്ന് വരുന്ന സബ്ജക്റ്റ്, കളക്റ്റീവ് നൗൺ കഴിഞ്ഞിട്ട് തുടർന്ന് വരുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആയിരിക്കും. കളക്റ്റീവ് നൗൺ പ്ലസ് പഠിച്ചോണേ, കളക്റ്റീവ് നൗൺ കഴിഞ്ഞിട്ട് തുടർന്ന് വരുന്ന സബ്ജക്റ്റ് പ്ലൂറലും എന്നാൽ വെർബ് സിംഗുലാറും ആയിരിക്കണം. കളക്റ്റീവ് നൗൺ പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് സിംഗുലാർ വെർബ്. എ ബ്രൂഡ് ഓഫ് എന്ന് പറയുന്നത് ബേർഡ്സിന്റെ കളക്റ്റീവ് നൗൺ ആണ്. അതേപോലെ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് എന്ന് പറയാറുണ്ട്. പിന്നെ അതേപോലെ ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ് എന്ന് പറയാറുണ്ട്. ബ്രൂഡ് ഓഫിനകത്ത് ചിക്കൻ, ഹെന്ന്, ടർക്കി ഒക്കെ ബ്രൂഡ് ഓഫിനകത്ത് വരുന്നു. ബ്രൂഡിനകത്ത് വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ബ്രൂഡിനകത്ത് വരുന്നത് ചിക്കൻ, കോഴികളുടെയൊക്കെ കളക്റ്റീവ് നൗൺ ബ്രൂഡാണ്. അവിടെ ഈസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. കാരണം ബ്രൂഡ് ഓഫ് കളക്റ്റീവ് നൗൺ, ബേർഡ്സ് പ്ലൂറല്, തുടർന്ന് വരുന്ന സിംഗുലാർ, ഹാവ് പ്ലൂറലാണ്, ആറ് പ്ലൂറലാണ്, വേറെ പ്ലൂറലാണ്. ഈസ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ, ഐ ഹാവ് നോട്ട് മെറ്റ് ഹിം. ഐ ഹാവ് നോട്ട് മെറ്റ് ഹിം ഡാഷ് ലാസ്റ്റ് മൺഡേ. അപ്പൊ തന്നിരിക്കുന്ന ചോദ്യം നല്ലൊരു ചോദ്യമാണ്. അപ്പൊ നോക്കിയേ, അവിടെ നിങ്ങൾക്ക് കുറേ ഡൗട്ട് വരും. ഹാവ് വരുന്ന സെന്റൻസിൽ എങ്ങനെ ലാസ്റ്റ് വന്നു? കാരണം ലാസ്റ്റ് വരുന്ന സെന്റൻസുകൾ സിമ്പിൾ പാസ്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. സിമ്പിൾ പാസ്റ്റ് ആണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ നോക്കിയോ, ഹാസ് ഓർ ഹാവ്, ഹാസ് ഓർ ഹാവ് വരുന്ന സെന്റൻസുകളില്, ഹാസ് ഓർ ഹാവ് പ്ലസ് B3 വരുന്ന സെന്റൻസുകളില് നമുക്ക് എന്ത് വന്നിട്ടുണ്ടെങ്കിൽ പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന ടൈമിംഗ് വേർഡുകൾ വന്നിട്ടുണ്ടെങ്കിൽ, പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന ടൈമിംഗ് വേർഡ് ഏതാണ് കുട്ടികളെ? ഒന്ന് ലാസ്റ്റ് പാസ്റ്റിനെ സൂചിപ്പിക്കുന്നതാണ്, എഗോ പാസ്റ്റിനെ സൂചിപ്പിക്കുന്നതാണ്, അതുപോലെ യെസ്റ്റർഡേ പാസ്റ്റിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ഹാസ് ഓർ ഹാവ് പ്ലസ് B3 വരുന്ന സെന്റൻസുകളിൽ പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സിൻസ് അല്ലെങ്കിൽ ഫോർ ഉപയോഗിക്കാം. അവിടെ എന്ത് ഉപയോഗിക്കാം? സിൻസ് അല്ലെങ്കിൽ ഫോർ ഉപയോഗിക്കാം. അപ്പൊ സിൻസ് എവിടെ ഉപയോഗിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ സിൻസ് ഉപയോഗിക്കുക. ഫോർ ആണെങ്കിലോ ഒരു പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ഫോർ ഉപയോഗിക്കാം. അപ്പൊ നിങ്ങൾ ഒന്ന് ഓർമ്മയിലിരിക്കുക, ഹാസ് ഓർ ഹാവ് പ്ലസ് B3 വരുന്ന സെന്റൻസുകളിൽ പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന ടൈമിംഗ് വേർഡുകൾ വന്നിട്ടുണ്ടെങ്കിൽ സിൻസ് അല്ലെങ്കിൽ ഫോർ ഉപയോഗിക്കാം. അങ്ങനെ ചോദ്യം വരുള്ളൂ. നോക്കിയേ, ഇവിടെ ഹാവ് പ്ലസ് B3 വന്നിട്ടുണ്ട്, പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന ലാസ്റ്റ് എന്ന് പറയുന്ന ടൈമിംഗ് വേർഡ് വന്നിട്ടുണ്ട്, സിൻസ് അല്ലെങ്കിൽ ഫോർ ഉപയോഗിക്കാം. നമുക്ക് ലാസ്റ്റ് മൺഡേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പോയിന്റ് ഓഫ് ടൈം ആയതുകൊണ്ട് നമുക്ക് അവിടെ സിൻസ് ഉത്തരമായിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, ഒരു പീരീഡ്, ഒരു കാലഘട്ടമാണെങ്കിൽ ഫോർ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നത് സിൻസ് ആണ്. അടുത്ത ചോദ്യം നോക്കിയേ, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ടു ഗെറ്റ് ദ മീനിങ്. താഴെ തന്നിരിക്കുന്ന സെന്റൻസിന്റെ ഉചിതമായിട്ടുള്ള മീനിങ് വരുന്ന സെന്റൻസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വി സ്റ്റിൽ ലീവ് ഹിയർ. കണ്ടല്ലോ, നമ്മളിപ്പോഴും ഇവിടെ ജീവിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ കറക്റ്റ് ആയിട്ട് മീനിങ് വരുന്ന സെന്റൻസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ വി ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ ദ പാസ്റ്റ് 10 years വന്നിട്ടുണ്ട്. വി ഹാവ് ലിവിങ് ഹിയർ ഫോർ ദ പാസ്റ്റ് 10 years വന്നിട്ടുണ്ട്. വി ഹാഡ് ലിവ്ഡ് ഹിയർ ഫോർ ദ പാസ്റ്റ് 10 years. അതേപോലെ വി വെയർ ലിവിങ് ഹിയർ. നോക്കട്ടെ, ജീവിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട്, ഒരു കാര്യം ചെയ്തു കൊണ്ടേയിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി ഹാസ് ഓർ ഹാവ്, ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ആയിരിക്കും. ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING. ഇവിടെ നോക്കി, സ്റ്റിൽ ഇപ്പോഴും ഇവിടെ ജീവിക്കുന്നു എന്നാണ്. അപ്പൊ ജീവിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നല്ലേ, നമുക്ക് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING വരുന്ന ഓപ്ഷൻ ഏതാണ്? എ ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് ഹാസ് കഴിഞ്ഞാൽ ഒരിക്കലും ING വരില്ല. ഇനി ഹാഡ് ലിവ്ഡ് എന്ന് പറഞ്ഞാൽ ജീവിച്ച് കഴിഞ്ഞു എന്നാണ്, പാസ്റ്റ് ആണ്, വരില്ല. വേറെ എന്ത് ചെയ്യുന്നു? ഇവിടെ എന്ത് ചെയ്യും? വേർ ലിവിങ് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരുന്നു, അവിടെ ജീവിച്ചിരുന്നു, പണ്ട് ജീവിച്ചിരുന്നു, പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്, വരില്ല. ഇപ്പൊ ജീവിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ആണ്. അതുകൊണ്ട് എ ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ, എവരി വൺ ലുക്ക്ഡ് അപ് ടു ഹിം. കണ്ടല്ലോ, ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഇവിടെ നോക്കി തന്നിരിക്കുന്ന ചോദ്യത്തിൽ എവരിവൺ സബ്ജക്റ്റ് ലുക്ഡ് V2 വരുന്നു. അപ്പൊ V2 വരുന്ന സെന്റൻസുകളുടെ പാസീവ് വോയിസ് എഴുതാൻ പറഞ്ഞ് നമ്മൾ എങ്ങനെ പഠിച്ചു? ഒബ്ജക്റ്റ് എഴുതുക, അത് കഴിഞ്ഞിട്ട് വാസ് ഓർ വെയർ, ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് V3, ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് V3 അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ, അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാണ് മക്കളെ? നോക്കുക, ദാ വാസ് പ്ലസ് V3 വന്നിട്ടുണ്ട്. ഒബ്ജക്റ്റ് ഹിം ആണ്, ഹിം ഹി ആയിട്ട് മാറുന്നു. ഉത്തരമായിട്ട് വരാം. ഇവിടെ ഈസ് ആണ്, വരില്ല. ഇവിടെ ഈസ് ആണ്, വരില്ല. ഇവിടെ വാസ് എനിക്ക് ബീയിങ് വന്നിരിക്കുന്നു, വരില്ല. നമുക്ക് ഏത് ഓപ്ഷൻ? എ ഓപ്ഷൻ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കിയേ. ദിസ് ഈസ് ദ ഡാഷ് ന്യൂസ്. കണ്ടല്ലോ, തന്നിരിക്കുന്നതിൽ ലേറ്റസ്റ്റ് ഉണ്ട്, ലേറ്റർ ഉണ്ട്, ലാറ്റർ ഉണ്ട്, ലേറ്റ് ഉണ്ട്. അപ്പൊ നോക്കിയേ, നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത് ലേറ്റസ്റ്റ്, ഏറ്റവും പുതിയത് എന്ന അർത്ഥത്തില് ലേറ്റസ്റ്റ് വരും. ലേറ്റ് എന്നാൽ ലേറ്റ്, LATE, ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുക എന്നാണ് അർത്ഥം കേട്ടോ, വൈകുക എന്ന്. ഇനി ദ ലേറ്റ് ആണെങ്കിലോ, ദ ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരേതൻ എന്ന അർത്ഥത്തിൽ പറയുന്നു, പരേതൻ, മരണപ്പെട്ടയാൾ. ഓക്കെ, അതേപോലെ ലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്ന അർത്ഥത്തിൽ വരുന്നു. ലേറ്റർ മീൻസ് പിന്നീട് എന്ന അർത്ഥത്തിൽ വരുന്നു. ലാറ്റർ, LATTR, ലാറ്റർ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തത് എന്നർത്ഥം വരുന്നു, രണ്ടാമത്തത് എന്നർത്ഥം വരുന്നു. അതേപോലെ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ, ലേറ്റസ്റ്റ് മീൻസ് ഏറ്റവും പുതിയത് എന്നർത്ഥം വരുന്നു, ഏറ്റവും പുതിയത് എന്നർത്ഥത്തിൽ വരുന്നു, ഏറ്റവും പുതിയത്. ഓക്കെ, അതേപോലെ ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തത് എന്നർത്ഥം വരുന്നു, അവസാനത്തത്. അതുപോലെ ലേറ്റിലി, ലേറ്റിലി എന്ന് പറഞ്ഞാൽ ഈ അടുത്തായി, ഈ അടുത്തായി എന്നർത്ഥം വരുന്നു, ഈ അടുത്തായി എന്നർത്ഥം വരുന്നു, ഈ അടുത്ത് അല്ലെങ്കിൽ ഈ ഇടയ്ക്ക്, റീസെന്റ്ലി എന്ന് മീനിങ് വരും. നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത് ലേറ്റസ്റ്റ്, എ ഓപ്ഷൻ. അടുത്ത ചോദ്യം നോക്കിയേ. ഹി ഡൈഡ് ഡാഷ് ക്യാൻസർ, ഹി ഡൈഡ് ഡാഷ് ക്യാൻസർ. കണ്ടല്ലോ, ഇവിടെ തന്നിരിക്കുന്നതിൽ ഈ ഡൈഡിനോടൊപ്പം നമുക്ക് ഓഫ് ചേർക്കാം, പ്ലസ് അസുഖത്തിന്റെ പേര്. അസുഖമാണെങ്കിൽ ഡൈഡ് ഓഫ് ചേർക്കാം. ഓക്കെ, ഇനി അതേപോലെ ഡൈഡ് കഴിഞ്ഞിട്ട് എന്ത് ചേർക്കാം? ഫ്രം ചേർക്കാം. ഡൈഡ് ഫ്രം ആണെങ്കിൽ ഓവർ ഈറ്റിംഗ് എന്നായിരിക്കും തുടർന്ന് വരുന്നത്, ഓവർ ഈറ്റിംഗ് എന്നായിരിക്കും തുടർന്ന് വരുന്ന വാക്ക്. ഇനി ഡൈഡ് ഫോർ വരാം, ഫോർ രാജ്യത്തിന് വേണ്ടി മരിച്ചു എന്ന് പറയാൻ വേണ്ടി ഡൈഡ് ഫോർ പറയണം. ഇനി ഡൈഡ് ഇന്നാണെങ്കിലാ, ആക്സിഡന്റ് മുഖേനയുള്ള മരണമാണെങ്കിൽ ഡൈഡ് എന്ന് പറയാം. ഇനി ഡൈഡ് ബൈ ആണെങ്കിലാ, ഡൈഡ് ബൈ സൂയിസൈഡ് വഴിയുള്ള മരണമാണെങ്കിൽ ഡൈഡ് ബൈ പറയാം. അപ്പൊ നോക്കി, ഇവിടെ അസുഖത്തിന്റെ പേരാണ് കിടക്കുന്നത്, അവിടെ നമുക്ക് എന്ത് പറയാം? ഡൈഡ് ഓഫ്. സി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. ദിസ് ഈസ് ദ ബോയ് ഡാഷ് ഓൾ പ്രൈസ്. കണ്ടല്ലോ, റിലേറ്റീവ് പ്രൊനൗണുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ ഡാഷ് ഒരു പേഴ്സണെ സൂചിപ്പിക്കുന്ന സെന്റൻസുകളിൽ ഡാഷ് കഴിഞ്ഞിട്ട് ഒരു റിലേറ്റീവ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രോനൗൺ ആണ് വരുന്നതെങ്കിൽ നമുക്ക് അവിടെ എന്ത് ഉത്തരം എഴുതാം? ഹൂം ഉത്തരമായിട്ട് എഴുതാം. ഒരു പേഴ്സണെ സൂചിപ്പിക്കുന്ന സെന്റൻസ് ഡാഷ് കഴിഞ്ഞിട്ട് ഓക്സിലറി അല്ലെങ്കിൽ മെയിൻ വെർബ് ആണെങ്കിൽ നമുക്ക് ഏത് ഉത്തരം എഴുതാം? ഹൂ ഉത്തരമായിട്ട് എഴുതാം. ഇവിടെ നോക്കി, ബോയ് പേഴ്സണെ സൂചിപ്പിക്കുന്നു, ഓൾ എന്ന് പറഞ്ഞ എല്ലാവരും, അതൊരു പ്രോനൗൺ ആയിട്ട് വന്നിരിക്കുന്നു, അതുകൊണ്ട് നമുക്ക് ഉത്തരമായിട്ട് വരുന്നു ഹൂം ഉത്തരമായിട്ട് വരും. പ്രോനൗൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ. കൂടാണ്ട് എവരിബഡി, എവരിവൺ, എവരിതിങ്, സംബഡി, സംവൺ, സംതിങ്, എനിബഡി, എനിവൺ, എനിത്തിങ്, നോബഡി, നോ വൺ, നത്തിങ്, നൺ. ഇതെല്ലാം പ്രോനൗണുകളാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. നൗൺ ഫോം ഓഫ് എഡ്യൂക്കേറ്റ്. എഡ്യൂക്കേറ്റ് എന്നതിന്റെ നൗൺ ഫോം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, എഡ്യൂക്കേറ്റ് എന്നതിന്റെ നൗൺ ഫോം ഏതാ? ഓപ്ഷൻ എ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ എന്താണ് നൗൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിന്റെയും പേരായ ശബ്ദങ്ങൾക്ക് പറയുന്ന പേരാണ് നൗൺ കേട്ടോ. അപ്പൊ എഡ്യൂക്കേറ്റ് എന്ന് പറയുന്നതിന്റെ നൗൺ ഫോം ആണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ഹി പ്ലേസ് പിയാനോ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. അപ്പൊ ഹി പ്ലേസ് പിയാനോ എന്ന് പറയുന്ന എന്തിന് എക്സാമ്പിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്? എന്ത് തരം സെന്റൻസ്? ഇമ്പരേറ്റീവ്, ഇന്ററോഗേറ്റീവ്, ഡിക്ലറേറ്റീവ്, എക്സ്ക്ലമേറ്ററി. ഏത് ടൈപ്പ് സെന്റൻസ് ആണ്? ഡിക്ലറേറ്റീവ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അതായത് ഒരു സെന്റൻസ് സബ്ജക്റ്റിൽ തുടങ്ങി
ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചാൽ അത്തരം സെന്റൻസുകൾക്ക് പറയുന്ന പേരാണ് സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ നമ്മുടെ ഡിക്ലറേറ്റീവ് എന്ന് പറയാം, അതുപോലെ അസേർട്ടീവ് എന്ന് പറയാം, അതുപോലെ അഫർമേറ്റീവ് എന്ന് പറയാം. അഫർമേറ്റീവ് എന്നൊക്കെ പറയാം. സ്റ്റേറ്റ്മെന്റ്, ഡിക്ലറേറ്റീവ്, അസേർട്ടീവ്, അഫർമേറ്റീവ്. എന്ത് തുടങ്ങുന്നു? സബ്ജക്റ്റ് തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കും. ക്വസ്റ്റ്യൻ വേർഡിൽ അല്ലെങ്കിൽ ഓക്സിലറി വെർബിൽ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിച്ചാൽ അത് ഇന്ററോഗേറ്റീവ്. ഓക്കെ, വെർബിലോ അല്ല എങ്കിൽ പ്ലീസ് എന്ന് പറയുന്ന വാക്ക്, അല്ല എങ്കിൽ കൈൻഡ്ലി എന്ന വാക്ക്, അല്ല എങ്കിൽ ബി എന്ന വാക്ക്, അല്ല എങ്കിൽ ഡോണ്ട്, അതുപോലെ ലെറ്റ് മുതലായ വാക്കിലാണ് ഒരു സെന്റൻസ് തുടങ്ങുന്നതെങ്കിൽ അത് ഇംപെരേറ്റീവ് സെന്റൻസ് ആയിരിക്കും. ഇനി ആശ്ചര്യചിഹ്നം വരുന്ന സെന്റൻസുകളെല്ലാം എക്സ്ക്ലമേറ്ററി ആണ്. ആശ്ചര്യചിഹ്നം വരുന്ന സെന്റൻസ് എല്ലാം എക്സ്ക്ലമേറ്ററി. നമുക്കിവിടെ നോക്ക്, ഹി എന്ന് പറയുന്ന പ്രോനോൺ, അത് ടൈപ്പ് ഓഫ് നൗൺ ആണ്. അപ്പോൾ പ്രൊനൗണിൽ തുടങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഡിക്ലറേറ്റീവ് എന്ന് പറയും. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം നോക്കിയേ. ഷീ ഹാഡ് എ വീക്സ് ഹോളിഡേ ഡാഷ് ഓണം. കണ്ടല്ലോ, ഇവിടെ ഡാഷ് കഴിഞ്ഞിട്ട് നമുക്ക് വ്യക്തമായ സമയമാണ് തന്നിരിക്കുന്നത്. വ്യക്തമായ സമയമാണ് തരുന്നതെങ്കിൽ നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കാം? അറ്റ് ഉപയോഗിക്കാം. ഡാഷ് കഴിഞ്ഞിട്ട് വയസ്സാണ് തരുന്നതെങ്കിലും നമുക്ക് എന്ത് ഉപയോഗിക്കാം? അറ്റ് ഉപയോഗിക്കാം. ഡാഷ് കഴിഞ്ഞിട്ട് ആഘോഷങ്ങളുടെ പേരാണ് തരുന്നതെങ്കിൽ, കലണ്ടർ ഫെസ്റ്റിവലാണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? അറ്റ് ഉപയോഗിക്കാം. ഡാഷ് കഴിഞ്ഞിട്ട് കൃത്യമായ സ്ഥലമാണ് പറയുന്നതെങ്കിലും അറ്റ് ഉപയോഗിക്കാം. കൃത്യസ്ഥലങ്ങളാണെങ്കിലും അറ്റ് ഉപയോഗിച്ചിട്ട് പറയാം, മറക്കരുത്. ഓക്കെ, അതേപോലെ ഡാഷ് കഴിഞ്ഞിട്ട് വില, എണ്ണം, തൂക്കം എന്നിവ വന്നാലും നമുക്ക് എന്ത് ഉപയോഗിക്കാം? അറ്റ് ഉപയോഗിക്കാം. നോക്കിയേ, ഇവിടെ ഓണം എന്ന് പറയുന്ന ഒരു കലണ്ടർ ഫെസ്റ്റിവലാണ്, അതുകൊണ്ട് നമുക്ക് എന്ത് ചേർക്കാം? അറ്റ്. എന്നാൽ ഓണം, അതേപോലെ ക്രിസ്മസ്, അതുപോലെ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾക്ക് മുന്നിലെല്ലാം അറ്റാണെന്ന് പറഞ്ഞു. വിഷു എല്ലാം അറ്റാണ്. എന്നാൽ ഈ വാക്ക് കഴിഞ്ഞിട്ട് ഡേ എന്ന വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അറ്റ് ഉപയോഗിക്കരുത്, പകരം എന്ത് ഉപയോഗിക്കുക? ഓൺ ഉപയോഗിക്കുക. ഇപ്പൊ ക്രിസ്മസ് ഡേ എന്നാണ് കിടക്കുന്നതെങ്കിൽ ഓൺ ക്രിസ്മസ് ഡേ എന്ന് പറയും. വെറുതെ ക്രിസ്മസ് എന്നാണ് കിടക്കുന്നതെങ്കിൽ അറ്റ് ക്രിസ്മസ് പറയും, മറക്കരുത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മള് 10 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നോക്കിയത്. അപ്പൊ എല്ലാവരും എന്നോടൊപ്പം ചോദ്യം ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും മാർക്കുകളൊന്ന് കമന്റ് ചെയ്യുക, പറഞ്ഞ കാര്യങ്ങളൊന്ന് കുറിച്ച് വയ്ക്കുക. ഓക്കെ, താങ്ക് യു.